ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്കു നേരെ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന ആരോപണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തിൽ ഇന്ത്യ അമേരിക്കൻ നയതന്ത്രജ്ഞനെ 2 തവണ വിളിച്ചുവരുത്തി കടുത്ത പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. കരാറിലുള്ളതായി ഇറാൻ പ്രചരിപ്പിക്കുന്നവയൊന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കുകയായിരുന്ന ഇന്ത്യൻ കപ്പലുകൾക്കു നേരെ നടത്തിയ ഡ്രോൺ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നും നടപടി അംഗീകരിക്കാനാകില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ തങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നത്. ഇപ്പോൾ ട്രംപ് മലക്കം മറിയുന്ന രീതിയാണ് കാണുന്നത്. ഇന്ത്യയുടെ താക്കീത് അത്ര പിടിച്ചില്ല എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഇറാനെതിരെ ട്രംപ് തിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഇന്ത്യൻ നാവികരടങ്ങിയ 3 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. US ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാൻ തീരത്ത് ഇന്ത്യൻ ജീവനക്കാരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു ഇന്ത്യ. 48 മണിക്കൂറിനിടെ 2ാം തവണയും ഇന്ത്യയിലെ US ചാർജ് ഡി അഫയേഴ്സ് ജേസൺ മിക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഡൽഹിയിലെ US എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ കൂടിയായ അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയാണ് വിളിച്ചുവരുത്തിയത്. വ്യാഴാഴ്ച ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം 20 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന MT ജൽവീർ എന്ന ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നിർണായക നീക്കം. ഗിനിയൻ പതാകയേന്തിയ ഈ കപ്പലിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രാദേശിക അധികൃതരുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. MT മാരിവെക്സ് എന്ന കപ്പലിന് നേരെയാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. കപ്പലിന് തീപിടിച്ചെങ്കിലും അതിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പലാവു പതാകയേന്തിയ MT സെറ്റബെല്ലോ എന്ന ടാങ്കർ ഒമാൻ ഉൾക്കടലിൽ വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു. 24 ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും കാണാതായ 3 ഇന്ത്യൻ ജീവനക്കാരുടെ മൃതദേഹങ്ങൾ പിന്നീട് കണ്ടെടുത്തു. ഇന്ത്യൻ ജീവനക്കാരുടെ മരണം കപ്പൽ വ്യൂഹത്തിന് തീരാ നഷ്ടമാണെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പം മോദി സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ X കുറിപ്പിലൂടെ അറിയിച്ചു. മധ്യേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ വാണിജ്യ കപ്പലുകൾക്കും സാധാരണക്കാർക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ പാതകൾ എല്ലാ കപ്പലുകൾക്കുമായി സുരക്ഷിതവും തുറന്നതുമായിരിക്കുമെന്നും ഇന്ത്യ US-നോട് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ US രംഗത്തെത്തിയത്. MT ജൽവീർ എന്ന കപ്പലിനെ ലക്ഷ്യമാക്കി 2 ഹെൽഫയർ മിസൈലുകൾ തൊടുത്തു എന്നായിരുന്നു US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. കപ്പലിന്റെ എഞ്ചിൻ റൂമിനെ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ എത്തിയത്.